ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പച്ചക്ക ചെമ്മീൻ മുളക് കറി. അപ്പോൾ നമ്മളിത് മീൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. ഇൻഗ്രീഡിയൻസും എല്ലാം മീൻ കറിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കടുക് വറവ് ചേർക്കില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പച്ചക്ക ചെമ്മീൻ മുളക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഈ വലിപ്പത്തിലുള്ള ഒരു പച്ചക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില, ഒരു 4 പച്ചമുളക്, 2-3 പീസ് കുടംപുളി നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു കൈ നിറയെ ചെമ്മീൻ, അതായത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കൈ ചെമ്മീൻ എടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ് അരപ്പിനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ചെമ്മീനും ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. നമ്മളിപ്പോൾ നമ്മുടെ പച്ചക്ക കട്ട് ചെയ്യാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പച്ചക്ക നമ്മൾ വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചക്കയുടെ ഈ തുമ്പ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചരിച്ച് കനം കുറച്ച് കട്ട് ചെയ്യുക. ഒരുപാട് തിക്കായിട്ടും വേണ്ട, ഒരുപാട് തിന്നായിട്ടും വേണ്ട, ഒരു മീഡിയം വലിപ്പത്തിൽ, ശർക്കര വരട്ടിയേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പച്ചക്ക നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലിട്ട് തന്നെ പച്ചക്ക തേച്ച് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ പച്ചക്കയിലെ കറ പോവില്ല. നന്നായിട്ട് ചട്ടിയിലിട്ട് കൈകൊണ്ട് ഇളക്കി കഴുകിയിട്ടുണ്ടെങ്കിൽ പച്ചക്കയിലെ കറ നന്നായിട്ട് പോവും. ഞാൻ അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചക്ക കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി, ഞാനിപ്പോൾ 3 വലിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചെമ്മീൻ. നിങ്ങൾ പച്ചക്ക കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ അളവ് കൂട്ടുക, ഇല്ലെങ്കിൽ ഈ ഒരു പിടി ചെമ്മീൻ മതി. നമുക്ക് കറിക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ ഇത്രയും മതി. എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ചെമ്മീനായിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ്, ചെമ്മീൻ്റെ മാത്രം ടേസ്റ്റ് ആയി പോകും, പച്ചക്കയുടെ ടേസ്റ്റ് വരില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കയ്ക്കും ചെമ്മീനും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിനി ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി, അതായത് ഒരു 2 പിടി തേങ്ങ എടുക്കുന്നുള്ളൂ. ഒരുപാട് തേങ്ങ നമുക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരു പച്ചക്കയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് 2 പിടി തേങ്ങ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മീൻ കറിയുടെ അരപ്പ് അരയ്ക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നമ്മുടെ പച്ചക്ക വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് അതിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തേങ്ങ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ അരച്ചെടുക്കണം. ഇനി നമ്മുടെ പച്ചക്കയും ചെമ്മീനൊക്കെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കയും ചെമ്മീനൊക്കെ കുക്കായിട്ടത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. ഞാനിതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു മീൻ കറി ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ചെമ്മീൻ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അരപ്പിൽ വെള്ളം ചേർക്കരുത്. ഇതിപ്പോൾ കുറച്ച് തിക്കാണ്, ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത്രയും മതി നമുക്ക് വെള്ളം. ഇനി ഇതിലൊന്ന് തിള വരണം. നമ്മുടെ സാധാരണ തേങ്ങ അരച്ച കറികളിൽ നമ്മൾ പറയാറുണ്ട് തിളയ്ക്കരുത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കറി തിള വന്നിട്ട് ആണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഓവറായിട്ട് തിളച്ച് വല്ലാണ്ട് വലിയ ബബിൾസ് വന്ന് തിളച്ച് മറിയണ്ട, ചെറിയ ചെറിയ ബബിൾസ് വന്നൊന്ന് തിളക്കട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ, വളരെ ചെറുതായിട്ട്, ഒരുപാട് തിളച്ച് മറിയരുതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആയി വരുമ്പോൾ, ഈ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് മറിയാനുള്ള സമയം കൊടുക്കരുത്. ഇപ്പോൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇതാ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കുക. നമ്മൾ ഈ കറിയിലേക്ക് ഇതുവരെ കറിവേപ്പില ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കണം.
അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളക് 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ വറവ് ചേർക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. വറവ് ചേർക്കുന്ന കറിയല്ല ഇത്. നമ്മൾ സാധാരണ മീൻ കറിയിൽ വറവ് ചേർക്കാറില്ലല്ലോ, അതുപോലെ വറവ് ചേർക്കുന്ന കറിയല്ല. നമ്മളിതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ കറി പെർഫെക്റ്റായി. പിന്നെ പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പുളിയുടെ പീസുകൾ എടുത്ത് മാറ്റാം കേട്ടോ. അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഈ പുളിയുടെ പീസ് എടുത്ത് മാറ്റാം. അപ്പോൾ ഓവറായിട്ട് പുളി വരില്ല. പുളി കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. പക്ഷെ പുളി അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്ക് ചെറിയ പുളി മതിയെന്നുണ്ടെങ്കിൽ ഈ പുളിയുടെ കഷ്ണങ്ങൾ 1-2 എടുത്ത് മാറ്റിയിട്ട് ഒരു പീസ് പുളി മാത്രം ഇതിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പോൾ 1 മണിക്കൂർ നമ്മുടെ കറി അങ്ങനെ ഇരിക്കട്ടെ. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരട്ടെ. പച്ചക്ക ചെമ്മീൻ മുളക് കറി റെഡി ആയിക്കഴിഞ്ഞു. ചൂടൊക്കെ മാറി കറി നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിനു മുൻപ് ഈ കറി കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിട്ടുണ്ടോ, ഉണ്ടാക്കാൻ എളുപ്പമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്ക് ഒരു ലൈക്ക് കൂടി തരിക. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.